ഹലോ ഗൈസ്, നമ്മൾ വീഡിയോ ആയിട്ട് കുറച്ച് നാളായി, നല്ല തിരക്കാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ചെയ്യാത്തത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യു എയിൽ സ്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എനിക്കൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമുക്കൊരു പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ഒരാൾ ഒരു മെസ്സേജ് അയച്ച് കാണിച്ചതാണ്. കാരണം അയാളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് അക്കൗണ്ട് എടുത്തിട്ടേ ഉള്ളൂ, അതായത് ഫസ്റ്റ് സാലറി വരാൻ പോകുന്നതേ ഉള്ളൂ അക്കൗണ്ട്, അത് പക്ഷേ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ആണെങ്കിൽ അയാൾക്കാണെങ്കിൽ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഗേളിൻ്റെ മെസ്സേജാണ്, കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം ആ മെസ്സേജ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ മാറിപ്പോയെന്നുള്ള രീതിയിലാണ്. ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്ന വേറൊരു പേര് പറഞ്ഞിട്ടാണ്, തോമസ് എന്നോ, ഹായ് തോമസ്, ഐ ആം ഹിയർ ഇൻ ദുബായ്, ക്യാൻ യു പ്ലീസ് കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നെ സംസാരിച്ച് വേറെ രീതിയിലോട്ടാണ് പോകുന്നത്. പിന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് വരുന്നത്. ഇതേ രീതിയിൽ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഹണി ട്രാപ്പിനും വരാറുണ്ട്. ഇവരെനിക്ക് തോന്നുന്നത് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരാറുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ പല രീതിയിൽ നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ലിങ്ക് നേരത്തെ ചെയ്ത് ശരിയായിട്ടില്ല, അതുകൊണ്ട് എമിറേറ്റ്സ് ഐ ഡിയുടെ ഫോട്ടോ അയച്ച് തരാൻ വേണ്ടി പറഞ്ഞു വരാം, അല്ലെങ്കിൽ എമിറേറ്റ്സ് നമ്പർ പറഞ്ഞു കൊടുക്കാനോ, ATM കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാനോ, ATM കാർഡിൻ്റെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാനോ, അതൊക്കെ ഒരുപാട് കോളുകൾ വരും നിങ്ങൾക്ക്. യു എയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് സ്കാം കോളേഴ്സ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ ഫോട്ടോ പിക്ചേഴ്സ് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ബാങ്കിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ ആരും നിങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കത്തില്ല. അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു തരത്തിലുള്ള സ്കാമിലും പോയി പെടാതിരിക്കുക. ആരെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ്, അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഒരു തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിനകത്ത് പോയി പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ ആണെങ്കിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴത്തേന് വലിയ ഹ്യൂജ് ഫൈനൊക്കെ അടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ ബാങ്കിലൊക്കെ ഇവിടെ CDMA ഒക്കെ ഉണ്ട്, അവിടെ പോയിട്ട് അക്കൗണ്ടിൽ പൈസ ഇടാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ മണി എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് ക്യാഷ് നാട്ടിലോട്ട് അയക്കാൻ വേണ്ടി പോകുമ്പോഴോ ആർക്കും എമിറേറ്റ്സ് ഐ ഡി കൊടുക്കാതിരിക്കുക. എമിറേറ്റ്സ് ഐ ഡി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയും വെക്കാതിരിക്കുക. അത് എത്ര അടുത്തറിയാവുന്നവരാണെങ്കിലും കൊടുക്കാതിരിക്കുക. പെട്ടാ പിന്നെ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി പെട്ടെന്ന് വന്നിട്ട് പോകുന്നു. ഓക്കെ.